നീ എന്തി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കണേ? വെറുതെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ചിരിച്ചതാ. നിനക്ക് ഓർമ്മയുണ്ടോ, പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ വെച്ചായിരുന്നു. നമ്മൾ മീറ്റ് ചെയ്യണ സ്ഥലം മാത്രമല്ല, നിന്നെ ആരെങ്കിലും കളിയാക്കിയ നീ വന്നിരുന്ന് മോങ്ങാറുള്ള സ്ഥലം എന്ന് പറ. നമ്മുടെ അൻവറില്ലേ, 96 പടം കണ്ട് നൊസ്റ്റ് പഠിച്ച് അവൻ്റെ ഐഡിയയാണ് ഈ റീയൂണിയൻ. സത്യം പറഞ്ഞാൽ എനിക്ക് വരാൻ യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നാറില്ല. സത്യം പറഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞേ തോന്നുന്നില്ലല്ലേ. നമ്മുടെ കൂടെ കുട്ടികളെ കളിച്ചിരുന്ന പിള്ളേരൊക്കെ ഇപ്പം അമ്മമാരായി. ഇനിയിപ്പോൾ 3-4 പേരുടെ കല്യാണം കഴിയാനുള്ളൂ. എൻ്റെ കല്യാണത്തിന് നമ്മളൊക്കെ വിളിക്കുമോ? പിന്നെ നിന്റെ ജോബൊക്കെ എങ്ങനെ പോകുന്നു? ജോലി കുഴപ്പമില്ല, അറിയാലോ, ബാങ്ക് ജോലി, അതിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിൻ്റെ ജോലി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മുടെ കോളേജ് പണ്ടത്തെ പോലെ തന്നെ അല്ലേ, ഒരു മാറ്റവും ഇല്ല. ക്യാമ്പസിനൊരു മാറ്റമൊന്നുമില്ല, ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയവർക്കാണ് മാറ്റം മുഴുവൻ. എനിക്കെന്തെങ്കിലും മാറ്റമുണ്ടോ? നിനക്ക് കുറച്ച് തടി വെച്ചിട്ടുണ്ട്, പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ അല്ലേ. ആരെങ്കിലും കളിയാക്കി ഇപ്പോഴും കരയില്ലേ? കോളേജ് കഴിഞ്ഞ സമയത്ത് എന്തായിരുന്നു, കോളേജ് ഗ്രൂപ്പിൽ ഫുൾ ടൈം മെസ്സേജ്, കോള്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതൊക്കെ കൂടി പോയൊരു 5-6 മാസം. ഇപ്പം കോൾ ചെയ്യാൻ പോയിട്ട് മെസ്സേജ് അയക്കാൻ പോലും ആർക്കും സമയമില്ല. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസിയല്ലേ. നമ്മുടെ ഗ്രൂപ്പ് ഇടയ്ക്ക് എടുത്ത് നോക്കണം, ഇപ്പം ശ്മശാനം പോലെയാ. നീ നമ്മുടെ HOD പ്രസംഗം ശ്രദ്ധിച്ചായിരുന്നു? പിന്നെ എന്തൊരു തള്ളലായിരുന്നു. പണ്ട് നമ്മൾ ഇരുത്തി വഴക്ക് പറഞ്ഞേക്കണ ആൾക്കാരാ. എന്താ പുള്ളി പറഞ്ഞേ? നിങ്ങളെപ്പോലത്തെ സ്റ്റുഡൻസിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തൊരു പങ്ക്ച്വാലിറ്റി, എന്തൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ ഇവരെ കണ്ടു പഠിക്കണം. ഒടുക്കത്തെ തള്ളൽ. എനിക്ക് തോന്നി അവർ പണ്ട് പറഞ്ഞൊക്കെ അവരിപ്പോൾ മറന്നുപോയി കാണുന്ന. എന്നാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആലീസ് ടീച്ചറില്ലേ, ഞാൻ അസൈൻമെൻറ്റ് വയ്ക്കാൻ ഒരു 5 മിനിറ്റ് വൈകിയതിന് എന്നെ പറയാത്ത ചീത്തയില്ല. നീ നേരത്തെ അവിടെ നടന്നു വന്നപ്പോഴേ പണ്ട് നോട്ട്സും അസൈൻമെൻ്റൊക്കെ വാങ്ങാൻ വേണ്ടി നീ വരില്ലേ, ശരിക്കും എനിക്കത് ഓർമ്മ വന്നേ. അതാ ഞാൻ അവിടെ നിന്ന് തിരിച്ച്. അതൊക്കെ ഒരു കാലം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ കോളേജ് ലൈഫിൽ നോട്ട്സോ അസൈൻമെൻറ്റോ ഒന്നും എഴുതിയിട്ടില്ല. നോട്ട്സൊക്കെ നീ എഴുതി തരുമല്ലോ. പിന്നെ അസൈൻമെൻറ്റ് നമ്മുടെ ബയോമാക്സിലെ ഷേത, പിന്നെ റെക്കോർഡ്സൊക്കെ ജൂനിയേഴ്സും. അവർക്കല്ല മിൽക്കി ബാറോ ഐസ്ക്രീമോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം കഴിഞ്ഞു. ഫാത്തിമയ്ക്ക് സുഖമാണോ? ഫാത്തിമ അല്ല, അവളുടെ കാര്യം നിനക്ക് തന്നെ അറിയാം. അവൾ എൻ്റെയും ജൂനിയർ ആയിരുന്നല്ലോ. അവളുടെ കാര്യം വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂകമ്പം ഉറപ്പാണ്. അല്ല, നിൻ്റെ കല്യാണ കാര്യമൊന്നും ആയില്ലേ? അതോ നീ ഇപ്പോഴും നിൻ്റെ കോൺസെപ്റ്റിലുള്ള ആളെ കണ്ടുപിടിച്ചിട്ടില്ലേ? എടാ അമലെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറ? അത് കേട്ട് നീ ഞെട്ടരുത്. ഇല്ല, പറയ്. എടാ, അത് എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇതാ പറഞ്ഞാൽ ഞെട്ടരുതെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നല്ല, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. കാരണം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന ഓർമ്മകളൊന്നും അല്ലല്ലോ നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ളത്. അല്ല, അപ്പം നിനക്ക് എന്നോട് നേരത്തെ പറയാറുന്നില്ലേ? പറഞ്ഞിരുന്നേൽ നീ അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. എനിക്കറിയാം അമ്മ, നിൻ്റെ കൺസെപ്റ്റിലുള്ള ഒരാളെ അല്ല ഞാൻ. എനിക്കങ്ങനെ ഒരിക്കലും ആവാനും പറ്റത്തില്ല. പക്ഷേ അത് ഞാൻ ഒത്തിരി തവണ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നിൻ്റെ ഒരുപാട് ഫ്രണ്ട്സിൽ ഒരാൾ മാത്രമാണ് ഞാനെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ച് നീ ഒരൊറ്റ ഒരാൾ മാത്രമാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നത്. എൻ്റെ ബോറിങ് ക്യാരക്ടർ കൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം പോലെ അങ്ങനെ ഫ്രണ്ട്സൊന്നും ഉണ്ടായിട്ടില്ല. കോളേജിൽ വന്നപ്പോഴാണെങ്കിൽ ഇൻട്രോവേർട്ട്, സൈക്കോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ മാറ്റി നിർത്തി. അവിടെ നീ മാത്രമായിരുന്നു എനിക്ക് ഏക ഒരു ആശ്വാസം. നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 2.5 വർഷവും എനിക്ക് നല്ലൊരു ഫ്രണ്ടായി, മെൻറ്ററായും ഒക്കെ എൻ്റെ കൂടെ നിന്നു. നിന്നോടുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. അതുകൊണ്ടൊക്കെ ആവും ഞാൻ പോലും അറിയാതെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പക്ഷേ ഞാൻ നിന്നെ നല്ല ഫ്രണ്ടായിട്ട് കണ്ടിട്ടുള്ളൂ. എന്നിട്ടെന്താ നിനക്കെന്നെ മനസ്സിലാവാത്തെ? നീ എന്നെ ഒരിക്കലും ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ജസ്റ്റ് ഫ്രണ്ടായിട്ടെങ്കിലും അതുമില്ല. ഞാൻ നിനക്ക് വെറും ഒരു ടൈം പാസ് ആയിരുന്നു.
അല്ലെങ്കിൽ പിന്നെ ഫാത്തിമയെ കണ്ടപ്പോൾ മുതൽ നീ എന്നെ ഇഗ്നോർ ചെയ്ത് തുടങ്ങില്ലായിരുന്നല്ലോ അല്ലേ? അമ്മ, കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്ക് നീ ഇപ്പോഴെങ്കിലും എന്നെ മിസ് ചെയ്തിട്ടുണ്ടോ? നിന്നെ എല്ലാ ദിവസവും ഓർക്കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോമഡി ആയിരിക്കും. കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ നിന്നെ ഓർക്കാറുണ്ട്. നിന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടരുത്, നീ എനിക്കുള്ളതല്ല, അതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നീ മറ്റൊരു റിലേഷൻഷിപ്പിലായെന്ന് കേട്ടപ്പോൾ എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ഒരുപാട് കരഞ്ഞു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ അത് ഓർത്ത് ഞാൻ കരയാറുണ്ട്. ഹിമ, ഞാൻ നിനക്ക് ചേർന്ന ആളല്ല. യു ഡിസേർവ് സമ്മൺ ബെറ്റർ ദാൻ മീ. ഒരാളുടെ ലൈഫിൽ അയാൾ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന മൊമെൻ്റ് എന്താണെന്ന് എനിക്കറിയോ? അയാൾ ഒരുപാട് സ്നേഹിക്കുന്ന ആളുടെ മനസ്സിൽ അയാൾക്ക് ഒരു വിലയില്ലെന്ന് അറിയുമ്പോൾ. ഹിമ, പക്ഷെ നീ ഇതിന് മാത്രം ഹേർട്ടാവാൻ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടായിട്ടില്ലല്ലോ. അമ്മ, നീ എന്നെ ഹർട്ടാക്കിയെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നെ ഹർട്ടാക്കിയത് ഞാൻ തന്നെയാണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അല്ല ഇതൊന്നും പറഞ്ഞത്. ഇത്രയും നാളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്ക് ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. നിന്നോടല്ല ഞാൻ ഇതൊക്കെ വേറെ ആരോട് പറയാനാ? എന്നാ പിന്നെ ഞാൻ പോട്ടെ, സമയത്തിരയായി. നീ എല്ലാവരോടും പറഞ്ഞേക്ക്. ഹിമ, നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം? നീ നിൻ്റെ ലൈഫിൽ നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളെ ചൂസ് ചെയ്തു. അതിന് ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ നീ പേടിക്കൊന്നും വേണ്ട. ഈ സീരിയൽ സിനിമയിലൊക്കെ കാണും പോലെ ഒരു വില്ലത്തേട്ടൊന്നും ഞാൻ നിൻ്റെ ലൈഫിലോട്ട് വരില്ല. പിന്നെ വല്ലപ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒന്ന് ചിരിക്കണം കേട്ടോ. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി.